ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ ഇടവഴിയിലെ പഴകിയ വീട്ടിൽ ഭാരതിയമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം. ഭർത്താവ് മരിച്ചു. മക്കളാകട്ടെ അവരെ നോക്കാതെ ദൂരെ എവിടെയോ ആണ്. പ്രായമായതുകൊണ്ടും ദാരിദ്ര്യം കൊണ്ടും നാട്ടുകാരും ബന്ധുക്കളും അവരെ ഒരുപോലെയൊക്കി. ആരും ഭാരതിയമ്മയെ വിശേഷങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ വിളിക്കാറില്ലായിരുന്നു. പൊങ്കാല വന്നെത്തി. നാടൊട്ടുക്കും ഉത്സവലഹരിയിലാണ്. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും ബന്ധുക്കളോടൊപ്പം ചേർന്നുമൊക്കെ പൊങ്കാലയിടാൻ ഒരുങ്ങുന്നു. ഭാരതിയമ്മയുടെ കയ്യിൽ പുതിയ വസ്ത്രം വാങ്ങാനോ വലിയ ആഘോഷങ്ങൾക്കോ പണമില്ലായിരുന്നു. പക്ഷേ തന്റെ അമ്മയ്ക്ക് ഒരു പിടി നിവേദ്യം നൽകണമെന്ന വാശിയിലായിരുന്നു അവർ. തന്റെ പക്കലുണ്ടായിരുന്ന പഴയൊരു മൺകലവും അല്പം ഉണക്കലരിയും ശർക്കരയുമെടുത്തു ഭാരതിയമ്മ വീട്ടിന്റെ മുറ്റത്ത് പൊങ്കാലയിടാനിരുന്നു. ചുറ്റുമുള്ള വലിയ വീടുകളിൽ നിന്നുയരുന്ന ചിരിയും ബഹളവും അവർ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അവരെ അങ്ങോട്ട് ക്ഷണിച്ചില്ല. പൊള്ളുന്ന വെയിലത്തിരുന്നു ഭാരതിയമ്മ മന്ത്രങ്ങൾ ഉരുവിട്ടു. ഒടുവിൽ പൊങ്കാല തിളച്ചു തൂകി പായസം പാകമായി. അമ്മേ, നീ ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഭാരതിയമ്മ കണ്ണടച്ചിരുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു, കുറച്ച് പായസം തരുമോ? ഭാരതിയമ്മ കണ്ണു തുറന്നു നോക്കി. മുഷിഞ്ഞ ചേല ധരിച്ച തളർന്ന മുഖമുള്ള ഒരു യുവതി അവിടെ നിൽക്കുന്നു. കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട്. വെയിലത്ത് നടന്നു തളർന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ ഭാരതിയമ്മയുടെ മനസ്സ് അലിഞ്ഞു. തന്നെ എല്ലാവരും ഒഴിവാക്കിയതുപോലെ ഈ പാവത്തിനെയും ആരും നോക്കിക്കാണില്ല എന്നവർ കരുതി. വാ മോളെ, ഇരിക്കൂ. ഭാരതിയമ്മ സ്നേഹത്തോടെ അവരെ വിളിച്ചിരുത്തി. തന്റെ പക്കലുണ്ടായിരുന്ന വാഴയിലയിൽ ചൂടുള്ള പായസം വിളമ്പി അവർക്ക് നൽകി. ആ സ്ത്രീ അത് ആസ്വദിച്ചു കഴിച്ചു. പായസം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രഭ പടരുന്നത് ഭാരതിയമ്മ ശ്രദ്ധിച്ചു. അമ്മയുടെ പായസത്തിന് നല്ല രുചിയുണ്ട്, എന്റെ വിശപ്പ് മാറി, ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാരതിയമ്മ സ്തബ്ധയായിപ്പോയി. സാക്ഷാൽ ആറ്റുകാലമ്മ ദിവ്യമായ തേജസ്സോടെ അവിടെ ഇരുന്ന് പൊങ്കാല പായസവും ഭാരതിയമ്മ പാകം ചെയ്ത ഭക്ഷണവും കഴിക്കുന്നു. ഭാരതിയമ്മയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. മോളെ, ഇനിയുള്ള കാലം നിനക്ക് സുഖമായി ജീവിക്കാനുള്ള പണം ഇതിലുണ്ട്. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തിനാണ് മടി?